മെമ്മൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ വാവയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ. നമ്മൾ കേക്ക് കട്ടിയാൻ വേണ്ടി പോവുകയാണ്. ഗൈസ്, വാവ ബർത്ത്ഡേ ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പോഴത്തെ അടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അഖിലുമമ്മനും വാവയായിട്ടുള്ള ഒരു ചെറിയ അടിയാണ്. സുധിമോളെന്നാണ് കേക്ക് എഴുതിയിരിക്കുന്നത്. ഹാപ്പി ബർത്ത്ഡേ സുധിമോളെന്ന്. അതായത് അമ്മേനെ നമുക്ക് കാണിക്കണം ഇഷ്ടമല്ല ഗൈസ്. അപ്പം നമ്മൾ എന്തായാലും കേക്ക് കട്ട് ചെയ്യാൻ പോകണം. അപ്പോൾ ഗൈസ് ഞാൻ കേക്ക് കാണിച്ചു തരാം. ഇരുന്നോ നിന്നോ പാട് മിമ്മൂസെ പാടി. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ സുധിമോള്. സ്വന്തമായിട്ട് പറഞ്ഞ് സുധിമോളെന്ന് കേക്ക് എഴുതിച്ച് അങ്ങയുടെ വക ലാസ്റ്റ് പാട്ട്. ഇന്നാണോ പറഞ്ഞത് ഉമ്മാണോ? എടുത്തെടുത്ത് ഉമ്മ എടുത്തോ. വർഷത്തിലൊരു ഉമ്മ. മിമ്മുന്റെ ഫേസ് ഇല്ല. ഇനി അഖില് വയ്ക്കും. കണ്ണടയ്ക്കണോ? കണ്ണടച്ച് നിന്നോ. ഹാപ്പി ബർത്ത്ഡേ വാവേ. പക്ഷെ എന്റെ ഗിഫ്റ്റ് ഇതല്ല, ടിവിയുടെ പുറകിലുണ്ട്. വെരി സോറി വാവേ, അങ്ങനെ പെട്ടെന്ന് ഗിഫ്റ്റ് തന്നാൽ ഇത്രയിൽ പോകൂലേ. ഗിഫ്റ്റ് വാവയുടെ റൂമിൽ അലമാരയിലുണ്ട്. അമ്മ ഡ്രസ്സെല്ലാം മാറ്റിക്കും, കട്ടിലെ കിടക്കുന്ന ഡ്രസ്സെല്ലാം മാറ്റിക്കും. അപ്പൊ ഇതിലും ഇല്ല. എനിക്ക് വാവെ ഒത്തിരി ഇഷ്ടമാണ്. പിന്നെ എന്റെ ബേബിയുടെയും ബേബീനെയും. പക്ഷെ ഗിഫ്റ്റ് ഇതല്ല, ഗിഫ്റ്റ് മുകളിലത്തെ റൂമിലുണ്ട്. ഇതൊക്കെ നാച്ചുറൽ വോയിസ് കിട്ടേണ്ടതാണ്. കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കേ. കട്ടന്റെ ഇടയിലൊന്നുമില്ല, പിടിക്ക്. ഇവിടെ ഇല്ല. ഗിഫ്റ്റ് ഇല്ലെന്ന് കണ്ടില്ലായിരുന്നു. വാവേ, എന്തായാലും ഇവിടെ വരെ വന്നേല്ലേ, ഇനി നമുക്ക് താഴെ പോയിട്ട് സിറ്റ് ഔട്ടിൽ ഇരിക്കുന്ന ഗിഫ്റ്റ് എടുക്കാം. എനിക്കിഷ്ടപ്പെട്ടു. ഇന്നലെ അവള് റൂമിൽ കിടക്കുമ്പോ തന്നെ വീഡിയോ എടുത്തു കഴിഞ്ഞു. ചേച്ചി ഞാൻ കട്ട് ചെയ്താൽ മതി. ഞാൻ ഇവിടെ നിന്ന് റീൽ എടുത്തിട്ട് പോലും അവിടെ ഇരുന്ന കണ്ടില്ല. പൊട്ടിക്കട്ടെ? പൊട്ടിച്ചോ? എന്താ വൈനാണോ? അയ്യോ അല്ല, വൈനാണോ അതോ റമ്മോ? അതെ, അഖിലമാമന്റെ ബർത്ത്ഡേക്ക് വൈൻ. ഇത് നമ്മുടെ ഇതെപ്പ പോയി? ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ. എന്നിട്ട് ഇതെപ്പ പോയമ്മ? മിനിസൈൻ വാങ്ങിച്ചത് ഇത് പഴസായി. നല്ല രസമാണ്. ഗിഫ്റ്റ് കുറെ കിട്ടിയിട്ടുണ്ട്. ഇതിനെ ഞാൻ വാവയുടെ അറിഞ്ഞായിരുന്ന അല്ല. അങ്ങനെ ഞങ്ങളിത് കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കൊല്ലത്തേക്ക് പോയി. ജലദർശനിലാണ് കേട്ടോ പോയത്. അവിടെയാണ് അത്യാവശ്യം നൈറ്റിൽ ഫുഡൊക്കെ കഴിക്കാൻ നല്ലൊരു ആംബിയൻസ് ഉള്ള ഒരു സ്ഥലമാണ്. അവിടെ അസാഡോ, അങ്ങനെ ടോഫ് കഫേ, അങ്ങനെ കുറേ ഉണ്ട്. നമ്മൾ എന്ത് ഫുഡാണോ കഴിക്കുന്നത് ആ ഒരു ഇതനുസരിച്ചിട്ട് നമുക്കവിടെ കയറാം. പിന്നെ നമ്മുടെ ഷെഫ് പിള്ളയുടെ മീൻ റെസ്റ്റോറൻ്റ് ഉണ്ട്. അങ്ങനെ കുറേ ഉണ്ട്. നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ അവിടെ കായലിൻ്റെ തീരത്ത്. പിന്നെ അത് അതിനിടയ്ക്ക് രണ്ടുപേരും കൂടെ ഊഞ്ഞാലൊക്കെ ആടി കുറച്ച് നേരം കളിച്ചൊക്കെ കഴിഞ്ഞിട്ടാണ് കഴിക്കാൻ കയറിയത് കേട്ടോ.
പിന്നെ നല്ല നല്ല എന്താ പറയുക നല്ലൊരു അന്തരീക്ഷമുള്ളൊരു സ്ഥലമാണത്. നമുക്ക് മൈൻഡ് ഫ്രീ ആയിട്ടൊക്കെ ഇരിക്കാൻ പറ്റുന്നൊരു സ്ഥലമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതേ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഇവിടെ നിന്നുള്ള വ്യൂ ഇതാണ് കേട്ടോ. നമ്മൾ മുകളിലാണ് ഇരുന്നത്. മുകളിൽ താഴെ ഒരു AC റൂമുണ്ട്. പിന്നെ ഇവിടെ ഇരുന്നാൽ അത്യാവശ്യം നമുക്ക് കാറ്റൊക്കെ കൊണ്ട് കഴിക്കാം. പിന്നെ അതേ ഫുഡൊക്കെ വന്നു. ഫുഡ് വന്നു കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും പെട്ടെന്ന് അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് അപ്പോൾ തന്നെ ഒത്തിരി ലേറ്റ് ആയിരുന്നു. അത് കഴിച്ച് കഴിഞ്ഞ് ഇറങ്ങിയിട്ട് ഒരു ഫോട്ടോഷൂട്ട് ഇതേണ്ടേ വാവയുടെ മിമ്മൂസിൻ്റെ ഫോട്ടോഷൂട്ടായിരുന്നു. വാവയുടെ ഫോട്ടോസ് അഖിൽ കുറേ ഫോട്ടോസൊക്കെ എടുത്തു കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ മിമ്മൂസ് പോസിങ്ങൊക്കെ കണ്ട് മിമ്മൂസ് ലാസ്റ്റ് പോയി ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞത് അമ്മമ്മമാരൊക്കെ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. അവർ ഒത്തിരി ലേറ്റായി 10:30 എന്തോ ആയിട്ടുണ്ടായിരുന്നു കഴിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ. പിന്നെ മിമ്മൂസിൻ്റെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ മെല്ലെ ഇറങ്ങി പോകുന്ന വഴിക്ക് ഇതേ കിടക്കുന്നു നമ്മുടെ അസാഡയിലെ പഴയ കാറ്. ഇതെടുത്തിട്ട് പോയാലോ എന്ന് മിമ്മൂസ് പറയുമായിരുന്നു, ഈ കാർ എടുത്തിട്ട് പോയാലോ എന്ന്. അത് കഴിഞ്ഞിട്ട് ഇതേണ്ട ഫോട്ടോഷൂട്ടെന്നും പറഞ്ഞ് വന്ന് നിന്ന് പോസ് ചെയ്തിട്ട് പിന്നെ അവിടെ നിന്ന് ഡാൻസ് കളിക്കാൻ തുടങ്ങി. അപ്പോഴാണ് അതിന് അടുത്തൊരു ചെറിയൊരു ഫൗണ്ടൻ ശ്രദ്ധിച്ചത്. നല്ല രസമുണ്ടായിരുന്നു ഈ ഒരു ഫൗണ്ടൻ. നല്ല എന്താ പറയുക, അവിടെ നിന്ന് നമുക്ക് പകലാണെങ്കിൽ കുറച്ച് നല്ല ലൈറ്റിൽ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ബർത്ത്ഡേ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ.